ബർജിൽ ജിയോജിത് ലൈഫ് ലൈനിൻ്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. യുഎഇയിലെ നാഷണൽ ഡേ ആഘോഷിക്കുവാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യുഎഇ രൂപീകരിച്ചിട്ട് 40 വർഷം തികയുകയാണ്. 41 വർഷം മുമ്പ് ഞാൻ ഈ നാട്ടിലെത്തുമ്പോൾ ഈ നാട് അറിയപ്പെട്ടിരുന്നത് ക്രൂഷ്യൽ സ്റ്റേറ്റ്സ് എന്ന പേരിലായിരുന്നു. അതിൽ നിന്ന് യുഎഇ എന്ന രൂപീകരിക്കുകയും രൂപീകരണത്തിന് ശേഷം ദ്രുതഗതിയിൽ ഈ നാട് വികസിക്കുകയും വളരുകയും ഉണ്ടായത് നമുക്ക് കാണുവാൻ സാധിച്ചു. ഈ നാടിൻ്റെ ഒരു പ്രത്യേകത, ഈ നാട്ടിൽ വെച്ച് വ്യാപാര വ്യവസായങ്ങൾ ആത്മാർത്ഥമായും അത്യധ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്ന എല്ലാവരുടെയും കൈനിറയെ കൊടുത്ത് ഈ നാട് തിരിച്ചയച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാടിനെ ഒരു പുണ്യഭൂമി എന്ന് വേണം പറയാൻ. ഈ നാട്ടിൽ ലക്ഷോപലക്ഷം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യക്കാർ തന്നെ 17,50,000-ഓളം ഇന്ത്യക്കാർ ഇവിടെ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക്. ഇവിടെയുള്ള ഇന്ത്യക്കാരോട് നിങ്ങൾ ഈ നാട്ടിൽ വന്നതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെയും ജീവിത നിലവാരം ഉയർന്നോ എന്ന് ചോദിച്ചാൽ 90% അത് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയാറ്. എന്നാൽ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ആ ജീവിത നിലവാരം ഉയർന്നു എന്ന് പറയുന്ന എല്ലാവർക്കും തിരിച്ച് നാട്ടിലേക്ക് ചെന്നാലും ഒരു നല്ല ജീവിതം ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. തിരിച്ചു പോയവരുടെ കഥ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പലരും സന്തോഷത്തോടും സുഖത്തോടും കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലവരായ മക്കൾ, നല്ല ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള മക്കൾ ഉള്ളതുകൊണ്ടും അവരുടെ സഹായം ലഭിക്കുന്നത് കൊണ്ടും മാത്രമാണ്. വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ ഗൾഫിൽ ജീവിച്ച കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് സസന്തോഷം ജീവിക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുള്ളൂ. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം ഇവിടെ ജീവിക്കുന്ന, ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നാട്ടിലേക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ജീവിക്കുന്നത് പോലെയുള്ള സന്തോഷത്തോടും സമൃദ്ധിയോടും കൂടി അവരോടൊപ്പം ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ നാടിൻ്റെ പ്രത്യേകത ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ നാട്ടിൽ നിന്ന് ഇത്രയും അനുഗ്രഹം നേടിയിട്ട് ദൈവം തമ്പുരാൻ നമുക്ക് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നൽകിയിട്ട് ആ കിട്ടിയത് മുഴുവൻ നമ്മൾ ചെലവഴിച്ച് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോയി കയ്യിൽ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്ന ആ പ്രതിഭാസം നമുക്കുണ്ടാകുവാൻ പാടില്ല. അത് സാധിക്കണമെങ്കിൽ നമ്മൾ വിദേശ നാടുകളിൽ ജീവിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കൃത്യമായ ഒരു സംഖ്യ നമ്മുടെ ഭാവിക്ക് വേണ്ടി മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ച സംഖ്യ കൃത്യമായി നിക്ഷേപം നടത്തുകയും ചെയ്താൽ മാത്രമേ നമ്മൾ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സുഖജീവിതം നയിക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവുകയുള്ളൂ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നാട്ടിൽ സ്ഥിരമായി ജീവിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് പ്രതിമാസം ഒരു വരുമാനം ലഭിക്കുവാനുള്ള സാഹചര്യം അതുവഴി ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കും.